ഇപ്പോൾ എൻ വിജയന്റെ മരുമകൾ പത്മജ ടെലിഫോണിലുണ്ട്. പത്മജ, ഈ പണം അടച്ചു എന്ന വിവരം ഇപ്പോൾ ലഭിക്കുന്നു. ഇതോടുകൂടി കോൺഗ്രസ് നേതൃത്വമായുള്ള നിങ്ങളുടെ വിസമ്മതം അവസാനിക്കുകയാണോ? അല്ല, നമ്മളോട് നേതൃത്വത്തിന്നോ ബാങ്കിന്നോ ഇതിനെ പറ്റിയിട്ട് ഒരു അറിവും ഇതുവരെ കിട്ടിയിട്ടില്ല. എനിക്ക് മീഡിയക്കാർ പറഞ്ഞ അറിവ് മാത്രമേ ഇപ്പൊ അതിലുള്ളൂ. എന്നോട് എന്റെ കുടുംബത്തിനോട് ആരും പറഞ്ഞിട്ടില്ല. പണം ഇട്ടിട്ടുണ്ടാവുക പത്മജ? നമുക്കൊരു അറിവുമില്ല. കാരണം മീഡിയയിൽ കൂടെ ഇപ്പൊ വന്ന അറിവേ നമുക്കുള്ളൂ. അതിനുശേഷം ആരും നമ്മളോട് കോണ്ടാക്ട് ചെയ്തിട്ടില്ല. പത്മജയുടെ അക്കൗണ്ട് തന്നെ ആയിരിക്കുമോ ഈ ബത്തേരി ബാങ്കിലുള്ളത്? അല്ലല്ല, കാരണം അത് അർബൻ ബാങ്കിലുള്ളതാണ്. നമ്മളോട് ആരും ഇതിനെപ്പറ്റി എന്റെ അക്കൗണ്ടിലേക്കൊന്നും ക്യാഷ് വന്നിട്ടില്ല, ഹസ്ബൻഡിന്റെയിലേക്കും വന്നിട്ടില്ല. ഓക്കെ, ഏതായാലും ഈ പണം അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺഗ്രസുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകളൊക്കെ മാറുമോ? അവര് ആദ്യം നമ്മളുമായിട്ട് അവര് കോണ്ടാക്ട് ചെയ്തിട്ട് ഓക്കെ, അതായത് പണം ഇതുവരെ അടച്ചു ആരും എന്ന നമ്മളോട് വിവരം സംസാരിക്കാൻ പോലും ലഭിച്ചിട്ടില്ല. തയ്യാറായിട്ടില്ല. ഇത്രയും പ്രശ്നങ്ങൾ വന്നതിന് ശേഷം ഒരാളും നമ്മൾ ഇതുവരെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ഓക്കെ, ഈ 60 ലക്ഷത്തോടുകൂടി ബാധ്യതകൾ തീരുന്നുണ്ടോ പത്മജ? തീരുന്നില്ല. ഇനിയുമുണ്ടോ കടകൾ? അതെ ഈ കരാർ പ്രകാരമുള്ളത് 60 ലക്ഷം അല്ലേ? അതെ അതെ, കരാർ പ്രകാരം അച്ഛന്റെ കത്തിൽ പറഞ്ഞിട്ടായിരുന്നു ഈ ഒരു പട്ടയം എടുത്തു തരണം എന്നുള്ളത്. കാരണം കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി വെച്ചതാണ്, വ്യക്തമായിട്ടുള്ളതാണ് ഇതിനകത്ത്. ശരി, നന്ദി പത്മജ ഈ വാർത്തകൾ പ്രതികരിച്ചതിന്. ഇപ്പോൾ സാജുവിലേക്ക് വേണ്ടി. സാജു, ഈ പണം അടച്ചു എന്നുള്ളത് സ്ഥിരീകരിച്ച വാർത്തയാണോ? പത്മജ അറിഞ്ഞിട്ടില്ല. തീർച്ചയായും ഇത് എൻ വിജയന്റെ ലോൺ അക്കൗണ്ടാണ് അവിടെയുള്ളത്. ആ ലോൺ അക്കൗണ്ടിലാണ് ആ കുടിശ്ശിക ഉള്ളത്. ആ 60 ലക്ഷം രൂപ, ഏതാണ്ട് 59,60,800 സംതിങ് വരുന്ന ഒരു തുകയാണ്. ആ തുക ഇന്ന് രാവിലെ അക്കൗണ്ടിലേക്ക് കൈമാറിയിട്ടുണ്ട്, അതിലേക്ക് അടച്ചു കഴിഞ്ഞു എന്നാണ് KPCC നേതൃത്വം ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നത്. ഇത് സ്ഥിരീകരിച്ച വിവരമാണ്. ഈ കടം, ഈ കുടിശ്ശിക തീർക്കുക എന്നതായിരുന്നു കരാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ. എൻ വിജയന്റെ കുടുംബവുമായി KPCC നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം ഉണ്ടാക്കിയിരുന്ന കരാറിലെ ഏറ്റവും സുപ്രധാനമായ വ്യവസ്ഥ. ആ വാക്കാണ് കോൺഗ്രസ് നേതൃത്വം പാലിച്ചിരുന്നത്. നേരത്തെ പണം സമാഹരിക്കുന്നതിൽ ചില കാലതാമസം നേരിട്ടതുകൊണ്ടാണ് ആ പണം അടയ്ക്കുന്നതിന് താമസം വന്നത് എന്ന് നേതാക്കൾ വിശദീകരിച്ചിരുന്നു. പിന്നീടാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് വയനാട്ടിലെത്തി കുടുംബാംഗങ്ങളുമായി ഒക്കെ ആശയവിനിമയം നടത്തിയത്. അതിനുശേഷമാണ് ഇപ്പോൾ പണം അടച്ചിരിക്കുന്നത്. കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ചില നീക്കങ്ങൾ നേരത്തെ CPM-മായി ബന്ധപ്പെട്ടുമൊക്കെ നടത്തി എന്ന ആക്ഷേപം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അതിനാൽ തന്നെ പണം അടച്ച വിവരം ഇപ്പോൾ അവരെ ഔദ്യോഗികമായി ഇനി അറിയിക്കുകയുള്ളൂ. അതിനു മുമ്പ് തന്നെ ഈ വിവരം മാധ്യമങ്ങൾക്ക് കൈമാറുകയാണ് KPCC നേതൃത്വം ചെയ്തിരിക്കുന്നത്. പണം ഇന്ന് രാവിലെയാണ് അക്കൗണ്ടിലേക്ക് കൈമാറിയിരിക്കുന്നത്. ബാങ്കിന്റെ ലോൺ അക്കൗണ്ടിലേക്കാണ് ആ കുടിശ്ശിക അടച്ച് തീർത്തിരിക്കുന്നത്.